Good afternoon. Welcome to our second part video. First part, നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് തിയറട്ടിക്കൽ കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തു. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ? ആക്ച്വലി ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് അങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള തിയറട്ടിക്കൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറട്ടിക്കൽ സംഭവങ്ങളൊന്നും വേണ്ട. ഇനി എങ്ങാനും അത് അറിയണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു ഈ ഡിസ്ട്രിബ്യൂഷൻസ് വരുമ്പോൾ അവിടെ ഒരു റാൻഡം വേരിയബിൾ ഉണ്ടായിരുന്നു. ആ റാൻഡം വേരിയബിൾ വന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ നിന്നാണ്. ആ റാൻഡം വേരിയബിൾസ് ഫോളോ ചെയ്യുന്ന പെർട്ടിക്കുലർ ഫോമിനെയാണ് നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെയും നമുക്കൊരു റാൻഡം വേരിയബിൾ ഉണ്ട്, ബെർണോളി റാൻഡം വേരിയബിൾ. അത് വന്നിരിക്കുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ നിന്നാണ്. ഇനി ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ബെർണോളി റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ബെർണോളി എക്സ്പെരിമെന്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ബെർണോളി എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെർണോളി ട്രയൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ആയിരിക്കും. അപ്പൊ what do you mean by ബെർണോളി ട്രയൽ? ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബെർണോളി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the experiment or the trial have only two possible outcomes, either success or failure. രണ്ട് പോസിബിലിറ്റീസ് മാത്രമേ ആ എക്സ്പെരിമെന്റിന് ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ വേറെ ഒക്കെ എക്സ്പെരിമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ഉള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെ വേണ്ട, രണ്ട് പോസിബിൾ ഔട്ട്കംസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, either success or failure. And the trials are always finite. ട്രയൽസ് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ എക്സ്പെരിമെന്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു 10 തവണ അല്ലെങ്കിൽ ഒരു 20 തവണ ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ആയിരിക്കണം. അല്ലാതെ ഇൻഫൈനൈറ്റ് തവണ റിപ്പീറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഡിഫൈൻ ചെയ്യാൻ പാടില്ല. ബെർണോളി എക്സ്പെരിമെന്റിൽ ഫൈനൈറ്റ് ആയിരിക്കണം. ദെൻ ഓൾ ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ്. എല്ലാ ട്രയൽസും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇപ്പൊ ഫസ്റ്റ് ട്രയലിൽ നമുക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിക്കാം, സെക്കൻഡ് ട്രയലിൽ ഹെഡ് തന്നെ കിട്ടും. അപ്പൊ അവിടെ ഒരു ഡിപ്പെൻഡൻസിയാ. ഫസ്റ്റ് ട്രയലിൽ ഹെഡ് വന്നുകൊണ്ട് സെക്കൻഡ് ട്രയലിലും ഹെഡ് വരും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഓൾ ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ്. Then the probability of success and failures in each trial is same. ഓരോ ട്രയലിലും സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലും ഫെയിലിയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലും സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഒന്നും കൂടി പറയാം. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെന്റ് ഇൻ വിച്ച് ദ ഔട്ട്കംസ് ആർ either success or failure. Only success and failures. രണ്ട് പോസിബിലിറ്റീസ് മാത്രമേ ട്രയൽസിന് ഉണ്ടാവാൻ പാടുള്ളൂ. അവിടെ സക്സസിന്റെ പ്രോബബിലിറ്റി പിയും ഫെയിലുവറിന്റെ പ്രോബബിലിറ്റി ക്യൂവും ആയിരിക്കും. ആൻഡ് ഓൾ ദീസ് ഔട്ട്കംസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ്. അത് എക്സ്ഹോസ്റ്റീവ് എക്സ്ക്ലൂസീവ് എന്താന്നൊക്കെ ഉള്ളത് പ്രോബബിലിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടാലിറ്റി ആണ്, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ജോയിന്റ് ആണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വേണമെങ്കിൽ പ്രോബബിലിറ്റിയുടെ കുറച്ച് തിയറട്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞു തരാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം. ദെൻ ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഈച്ച് ആൻഡ് എവറി ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആൻഡ് ദ ട്രയൽസ് ആർ ഫൈനൈറ്റ്. ട്രയൽസുകളുടെ എണ്ണം, നമ്പർ ഓഫ് ട്രയൽസ് ഫൈനൈറ്റ് ആയിരിക്കണം. ദെൻ സക്സസിന്റെ ആണെങ്കിലും ഫെയിലുവറിന്റെ ആണെങ്കിലും പ്രോബബിലിറ്റി ഇൻ ഈച്ച് ട്രയൽ വിൽ ബി ഈക്വൽ. ഓരോ ട്രയലിലും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, അങ്ങനെ ഈക്വൽ അല്ലാത്ത എക്സ്പെരിമെന്റുകൾ ഉണ്ടോ? ഉണ്ട്. അതാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റില് 7 റെഡ് ബോൾസും 9 ബ്ലാക്ക് ബോൾസും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. 7 റെഡ് ബോൾസ് ആൻഡ് 9 ബ്ലാക്ക് ബോൾസ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ വിത്ത് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ വിതൗട്ട് റീപ്ലേസ്മെന്റ്. അതായത് റീപ്ലേസ് ചെയ്യാം, എടുക്കുന്നതിനൊക്കെ തിരിച്ച് റീപ്ലേസ് ചെയ്യാം.
ഓർ നോട്ട് റീപ്ലേസ്ഡ്. അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്നതിനെയൊക്കെ മാറ്റി വെക്കാം, തിരിച്ച് റീപ്ലേസ് ചെയ്യാണ്ട് മാറ്റി വെക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, റീപ്ലേസ് ചെയ്യുമ്പോഴും റീപ്ലേസ് ചെയ്യാണ്ടിരിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും കിട്ടുന്നത് അതിപ്പോ ഐദർ സക്സസ് ഓർ ഫെയിലുവർ. ഇപ്പോൾ റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിൽ റീപ്ലേസിന്റെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 7/7+9 ആയിരിക്കും. രണ്ടാമത് വീണ്ടും റെഡ് തന്നെ കിട്ടാനോ? സെയിം ആയിരിക്കും. എന്തുകൊണ്ടാ? നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക, എടുക്കുന്നതിനൊക്കെ തിരിച്ച് നമ്മൾ ബാസ്കറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോബബിലിറ്റീസ് ഇപ്പോൾ റെഡ് കിട്ടാനാണെങ്കിലും ബ്ലാക്ക് കിട്ടാനാണെങ്കിലും സെയിം ആയിരിക്കും. പക്ഷെ റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിലോ ന്യൂമറേറ്ററിൽ ഓരോന്ന് വെച്ച് കുറയും. ആദ്യം 7/7+9 ആയിരിക്കും, രണ്ടാമത് 6/7+9 ആയിരിക്കും, അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 6/6+9 ആയിരിക്കും, അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും നോട്ട് റീപ്ലേസ്ഡിന്റെ കേസിൽ, അല്ലെ? അപ്പൊ അത് ഒരു ബെർണോളി ട്രയൽ ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ നാലാമത്തെ സിറ്റുവേഷൻ നമുക്ക് ചേഞ്ച് ആയി, സെയിം പ്രോബബിലിറ്റി അല്ല സക്സസിനും ഫെയിലുവറിനും വന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ടാവാം. നമ്മൾ എപ്പോഴും ഒരു പ്രോബബിലിറ്റിയിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ബെർണോളി ട്രയൽസ് ആയിരിക്കും, കോയിൻ ടോസ് ചെയ്യുന്നത്, ഡൈ ടോസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ബെർണോളി എക്സ്പെരിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അവിടെ അവിടെ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഫോം എന്താണ്? അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഫോം P if x equal to 1 and Q if x equal to 0. അതായത് നമ്മൾ ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. നമ്പർ ഓഫ് സക്സസിന്റെ പ്രോബബിലിറ്റി ആണ് ബെർണോളി റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് ബെർണോളി എക്സ്പെരിമെന്റ് ആണ്. അതൊരു ബെർണോളി എക്സ്പെരിമെന്റ് ആവണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ബെർണോളി എക്സ്പെരിമെന്റിൽ നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് സക്സസ് ആണ്. ആ നമ്പർ ഓഫ് സക്സസ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി പി ഓഫ് എക്സ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് P if x equal to 1 and Q if x equal to 0. x equal to 1 എന്ന് പറയുന്നത് സക്സസ്, 1 കിട്ടിയാൽ അത് സക്സസ് ആയിരിക്കും. ആ സക്സസിന്റെ പ്രോബബിലിറ്റി എപ്പോഴും P ആയിരിക്കും. x equal to 0 ദാറ്റ് ഇസ് ഫെയിലുവർ. ആ ഫെയിലുവറിന്റെ പ്രോബബിലിറ്റി എപ്പോഴും Q ആയിരിക്കും. ദിസ് ഇസ് ദ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് കേസസേ ഉള്ളൂ അവിടെ. അതായത് ആ എക്സ്പെരിമെന്റ് നമ്മൾ ഒറ്റ തവണ പെർഫോം ചെയ്യുന്നുള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബെർണോളി എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വൺ ടൈം പെർഫോമൻസ് ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ 1ഉം 0ഉം മാത്രം വന്നത്. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒന്നുകിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫെയിലുവർ ആയിപ്പോയി, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയിപ്പോയി. സോ സക്സസ് ആണെങ്കിൽ പ്രോബബിലിറ്റി P, ഫെയിലുവർ ആണെങ്കിൽ പ്രോബബിലിറ്റി Q. ദാറ്റ്സ് ഇറ്റ്. ഇനി അവിടെ മീനും വേരിയൻസും ഒക്കെ പറയാം നമുക്ക്. പിന്നെ മീനും വേരിയൻസ് ഒക്കെ പ്രൂവ് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഫൈനൽ ആൻസേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. ബിക്കോസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് അതിന്റെ ഫൈനൽ ആൻസേഴ്സ് മാത്രം മതി. പ്രൂവ് ചെയ്യാൻ അറിയാലോ മീൻ എങ്ങനെയാ കണ്ടുപിടിക്കുക. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ1'. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് പി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അതങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം മീൻ. അപ്പൊ തൽക്കാലം നമ്മൾ അതിന്റെ ഡെറിവേഷൻസിലോട്ടൊന്നും പോകണ്ട. മീൻ പിയും വേരിയൻസ് പി ക്യൂ ആണ്. പി പി ക്യൂ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ക്യൂ പ്ലസ് പി റേസ് ടു ടി. ഇത് ഇത്രയും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ഇത്ര നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂകളാണ്. എസ്പെഷ്യലി എം ജി എഫ്. എം ജി എഫ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. പിന്നൊരു കാര്യം ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ബെർണോളി എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഓൺലി 2 പോസിബിൾ ഔട്ട്കംസ്. നമുക്ക് രണ്ടേ ഔട്ട്കംസേ ഉള്ളൂ. രണ്ടേ ഔട്ട്കംസ് ആവുമ്പോൾ ഒന്നുകിൽ സക്സസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫെയിലുവർ ഉണ്ടാകാം. സക്സസ് ആണെങ്കിൽ പ്രോബബിലിറ്റി പി ആയിരിക്കും, ഫെയിലുവർ ആണെങ്കിൽ പ്രോബബിലിറ്റി ക്യൂ ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് രണ്ടേ ഇവന്റുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ഐദർ സക്സസ് ഓർ ഫെയിലുവർ. അങ്ങനെ രണ്ടേ പ്രോബബിലിറ്റീസ് മാത്രം ആവുമ്പോൾ അതിന്റെ സം എപ്പോഴും 1 ആയിരിക്കും. രണ്ടെണ്ണം മാത്രം ആവുമ്പോഴൊന്നല്ല, ടോട്ടാലിറ്റി ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഔട്ട്കംസ് ആർ ഓൾവേസ് 1. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എത്ര ഔട്ട്കംസ് ഉണ്ടോ അത്രയും എണ്ണത്തിന്റെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം.
ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇനി പറയാൻ എളുപ്പമാണ്. ബിക്കോസ് n times performance of the Bernoulli distribution or Bernoulli experiment is the binomial experiment. അതായത് ബെർണോളിയിൽ നിന്നാണ് നമ്മൾ ബൈനോമിയലിലോട്ട് വരുന്നത്. ബെർണോളി എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ഫൈനൈറ്റ് ആയിട്ടുള്ള ട്രയൽസേ ഉള്ളൂ, ഇൻഡിപെൻഡന്റ് ആയിരിക്കും ട്രയലുകൾ, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ ബെർണോളി എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആ എക്സ്പെരിമെന്റ് നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുമ്പോൾ ഒരു വൺ ടൈം പെർഫോമൻസ് ആണ്. ആ എക്സ്പെരിമെന്റ് നമ്മൾ ഒരൊറ്റ തവണ പെർഫോം ചെയ്യുന്നുള്ളൂ, ശരിയല്ലേ? ഒരൊറ്റ തവണ നമ്മൾ പെർഫോം ചെയ്യുന്നുള്ളൂ. അതേ എക്സ്പെരിമെന്റ് നമ്മൾ n ടൈംസ് പെർഫോം ചെയ്യും. അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാനുള്ള ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ബെർണോളി എക്സ്പെരിമെന്റ് തന്നെ നമ്മൾ ഒരു n ടൈംസ് പെർഫോം ചെയ്യുന്നു. ആ n എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ, ആ n എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. അത് നമ്മൾ ബെർണോളി എക്സ്പെരിമെന്റ് ഒരു ഒറ്റ തവണ ചെയ്തപ്പോഴാണ് നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോയത്. അതേ എക്സ്പെരിമെന്റ് നമ്മൾ n ടൈംസ് പെർഫോം ചെയ്യുന്നു. ഒരു 10 തവണയോ ഒരു 20 തവണ, ഒരു കോയിൻ ഒരു 10 തവണ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 20 ടൈംസ് ടോസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ വേറെ കാര്യങ്ങളൊന്നും എക്സ്ട്രാ പറയാനില്ല. ബെർണോളി എക്സ്പെരിമെന്റ് ഒരു ഫൈനൈറ്റ് തവണ പെർഫോം ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന നമ്പർ ഓഫ് സക്സസുകൾ കൺസിഡർ ചെയ്യാം. നമ്പർ ഓഫ് സക്സസുകൾ. ഒരു ബെർണോളി എക്സ്പെരിമെന്റ് നമ്മൾ n ടൈംസ് പെർഫോം ചെയ്യുമ്പോൾ അവിടെയുള്ള നമ്പർ ഓഫ് സക്സസുകൾ കൺസിഡർ ചെയ്യുക. ആ നമ്പർ ഓഫ് സക്സസുകൾ ഫോളോ ചെയ്യുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡിനോട്ടേഷൻ ബി ഓഫ് എൻ പി എന്നാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ടു പാരാമീറ്റേഴ്സ്, n ആൻഡ് p. ചിലര് n ആൻഡ് q എന്ന് പറയും, പ്രശ്നമില്ല. p ഓർ q ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമ്മൾ p ആണ് എപ്പോഴും പറയുക. സ്റ്റാൻഡേർഡൈസ്ഡ് എന്നുള്ള വാക്ക് നമുക്ക് അങ്ങനെ ചുമ്മാതെ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ബൈനോമിയലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബി ഓഫ് എൻ പി എന്നാണ്. n ആൻഡ് p ആർ ദ പാരാമീറ്റേഴ്സ്. ആക്ച്വലി വേണമെങ്കിൽ n ആൻഡ് q എന്ന് പറയാം. അതെന്തുകൊണ്ടാ? ഒന്നുകിൽ p അല്ലെങ്കിൽ q, ഇതിനെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്ക് ഒരു സമയത്ത് പാരാമീറ്റർ ആക്കാൻ പറ്റും. എന്തുകൊണ്ടാ? p പ്ലസ് q എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. അതായത് p അറിയാമെങ്കിൽ നമുക്ക് q കണ്ടുപിടിക്കാൻ പറ്റും. 1 മൈനസ് q ചെയ്താൽ മതി. q അറിയാമെങ്കിൽ നമുക്ക് p കണ്ടുപിടിക്കാൻ പറ്റും. 1 മൈനസ് p ചെയ്താൽ മതി. ഓക്കെ, പിയോ ക്യൂയോ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നറിയാമെങ്കിൽ ഒന്നിനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ അല്ലേ അറ്റ് എ ടൈം നമുക്ക് പാരാമീറ്റർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, എന്താണ് പാരാമീറ്റർ എന്നുള്ളത്. ഒരു ഡിസ്ട്രിബ്യൂഷണൽ ഫോമില് അൺനോൺ ആയിട്ടുള്ള ആസ്പെക്റ്റുകളെയാണ്. സ്റ്റാറ്റിസ്റ്റിക്കലി പറയുമ്പോൾ വേറെ ഒരുപാട് ഡെഫിനേഷൻസും കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഒക്കെ ഉണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പാരാമീറ്റർ ഈസ് ആൻ അൺനോൺ ആസ്പെക്ട് ഓഫ് എ ഡിസ്ട്രിബ്യൂഷണൽ ഫോം. ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഫോമില് അൺനോൺ ആസ്പെക്റ്റുകളെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. അപ്പൊ അറിഞ്ഞൂടാത്ത സംഭവങ്ങളെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ പിനെയും ക്യൂവിനെയും കൂടെ ഒരേ സമയത്ത് അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒന്നിനെ മാത്രം എപ്പോഴും എഴുതുന്നത്. ഓക്കെ, അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബെർണോളി എക്സ്പെരിമെന്റ് ഒരു ഫൈനൈറ്റ് തവണ പെർഫോം ചെയ്തിട്ട് അതിലെ നമ്പർ ഓഫ് സക്സസുകൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. 2 പാരാമീറ്റേഴ്സ് n ആൻഡ് p. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇതിന്റെ ഫങ്ഷണൽ ഫോം എന്താണ്? p of x. p of x എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ p of x? p of x equal to small x. അന്ന് കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ p of x. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? പ്രോബബിലിറ്റി ഓഫ് സ്മോൾ x സക്സസസ്. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, n തവണ പെർഫോം ചെയ്തിട്ട് അവിടെ കിട്ടുന്ന നമ്പർ ഓഫ് സക്സസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ p ഓഫ് ക്യാപിറ്റൽ x ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF. അതായത് ക്യാപിറ്റൽ x ഈക്വൽ ടു സ്മോൾ x എന്ന് പറഞ്ഞാൽ x സക്സസുകൾ ഉണ്ട് അവിടെ. ആൻഡ് x സക്സസ് ആണെങ്കിൽ ടോട്ടൽ n തവണ പെർഫോം ചെയ്തു.
എക്സ് സക്സസുകൾ കിട്ടി. അപ്പൊ ബാക്കി n മൈനസ് എക്സുകൾ എന്തായിരിക്കും? ഫെയിലുവേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അത്രയൊന്നും വേണ്ട, നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറയുമ്പോൾ സ്മോൾ എക്സ് സക്സസുകളും n മൈനസ് എക്സ് ഫെയിലുവറുകളും. ഇനി അതിന്റെ ഫംഗ്ഷണൽ ഫോം പറയാം. അത് ബൈനോമിയൽ എക്സ്പാൻഷൻ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എൻ സി എക്സ് പി റേസ് ടു എക്സ്, ഒന്നുകിൽ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 മൈനസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു n ആൻഡ് 0 otherwise. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെയാണ്? എൻ സി എക്സ്, ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ, പി റേസ് ടു എക്സ്, അതായത് മൊത്തം സക്സസുകളുടെ മൊത്തം സക്സസുകൾ എക്സ് എണ്ണം ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റി പി ആണ്, സോ പി റേസ് ടു എക്സ്. 1 മൈനസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ്, അതായത് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, അതായത് ഫെയിലുവറുകളുടെ പ്രോബബിലിറ്റി ക്യൂ ആണ്, മൊത്തം എൻ മൈനസ് എക്സ് ഫെയിലുവറുകൾ ഉണ്ട്. എക്സിന്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര അപ് ടു n ആൻഡ് 0 otherwise. അതെന്തിനാണ് ആ 0 otherwise? 0 മുതൽ n വരെ എക്സിന്റെ വാല്യൂ വന്നാൽ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. വേറെ ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് വന്നാലോ, ഒരു -1 വന്നാലോ? അങ്ങനെ വരില്ല. നമ്പർ ഓഫ് സക്സസുകൾ -1 എന്ന് പറയില്ല, എന്നാലും വന്നാലോ ദാറ്റ് ഇസ് 0 എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കൊരു എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി വേണം? ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ മീൻ എൻ പി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബെർണോളിക്ക് വെറും പി ആയിരുന്നു. ആ എക്സ്പെരിമെന്റ് എന്തവണ നമ്മൾ പെർഫോം ചെയ്തു. അപ്പൊ ബൈനോമിയലിന്റെ മീൻ എൻ പി, പഠിക്കാൻ എളുപ്പമാണ്. ഇനി വേരിയൻസ്, അവിടെ പി ക്യു ആയിരുന്നു, സോ ഇവിടെ എൻ പി ക്യു. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ആദ്യം പറയാം. ഇനി എം ജി എഫ്, ക്യൂ പ്ലസ് പി റേസ് ടു ടി ദ ഹോൾ റേസ് ടു എൻ, ക്യൂ പ്ലസ് പി റേസ് ടു ടി ദ ഹോൾ റേസ് ടു എൻ, അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ്. അപ്പൊ മീൻ എൻ പി, വേരിയൻസ് എൻ പി ക്യൂ, ക്യൂ പ്ലസ് പി റേസ് ടു ടി ദ ഹോൾ റേസ് ടു എൻ ആണ് എം ജി എഫ്. ഈ 3 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഇനി വേറെ ചില കാര്യങ്ങളും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് വേണ്ടത്? തേർഡ് സെൻട്രൽ മൊമെന്റ്. ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ് നമ്മൾ പറയണ്ട, ദാറ്റ് ഇസ് ഓൾവേസ് 0. അത് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ് എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളത്. ഫസ്റ്റ് റോ മൊമെന്റ് ആണ്. റോ മൊമെന്റും സെൻട്രൽ മൊമെന്റും ഒക്കെ അറിയാലോ. മ്യൂ ആർ എന്ന് പറയുന്നത് ആർത്ത് സെൻട്രൽ മൊമെന്റും മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് ആർത്ത് റോ മൊമെന്റും ആണ്. ആ ആറിന് 1, 2, 3 എക്സെട്ര അപ് ടു കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് റോ മൊമെന്റ്, സെക്കൻഡ് റോ മൊമെന്റ്, തേർഡ് റോ മൊമെന്റ്, അതുപോലെ ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ്, സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് എക്സെട്ര അപ് ടു അങ്ങനെ കിട്ടും. അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇട്ടാൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ക്ലാസ് എടുക്കാം. നോ ഇഷ്യൂ. ദെൻ μ1 ഓൾവൈസ് 0 നമ്മൾ റിസൾട്ട് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ് ഇസ് ഓൾവൈസ് 0. ദെൻ μ2 നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദ സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് ഇസ് ഓൾവൈസ് എ വേരിയൻസ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു, എൻ പി ക്യു. ഇനി നമുക്ക് വേണ്ടത് μ3 ആണ്, തേർഡ് സെൻട്രൽ മൊമെന്റ്. അത് ചില ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ പറയാം. ഒരു ക്ലാസ് കൂടെ ഒക്കെ കഴിഞ്ഞാൽ, ഒരു പാർട്ട് കൂടെ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 1-2 പാർട്ട് കൂടെ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. തേർഡ് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് എൻ പി ക്യു ഇൻറ്റു 1 മൈനസ് 2 പി, എൻ പി ക്യു ഇൻറ്റു 1 മൈനസ് 2 പി. അത് ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് വരെയൊക്കെ ഓർത്ത് വെച്ചാലും മതി. ഇനി പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ, പി ജി എഫ്, പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എസ് എന്നാണ്. പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? നമ്മൾ ബി എസ് സിക്കൊക്കെ പഠിക്കുന്നതാണ്. പ്രോബബിലിറ്റീസിനെ ജനറേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഫംഗ്ഷൻസിനെയാണ് പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാനിവിടെ അതിന്റെ ഒരു കാര്യം പറയാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് നമുക്ക് എപ്പോഴും മിസ്റ്റേക്കൺ ആവുന്ന ഒരു കാര്യം കൂടിയാണ്.
പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് കേസിൽ ഇല്ല, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് ഇല്ല. അത് ഡിസ്ക്രീറ്റ് കേസുകളിൽ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഓരോ പോയിന്റിലായിട്ട് പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് കേസിൽ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പ്രോബബിലിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ ഓരോ പോയിന്റിലെയും പ്രോബബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഡിസ്ക്രീറ്റ് കേസിൽ മാത്രമാണ്, കണ്ടിന്യൂസ് കേസിൽ അതില്ല. സോ അപ്പൊ കണ്ടിന്യൂസ് കേസിൽ PGFകൾ ഇല്ല, ഡിസ്ക്രീറ്റ് കേസിലാണ് PGFകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ P of S is equal to Q plus PS the whole raised to n. Q plus PS the whole raised to n. Okay. അപ്പോൾ പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമ്മളിവിടെ മീനും വേരിയൻസും പറഞ്ഞായിരുന്നല്ലോ. ഈ മീനും വേരിയൻസിനും ബൈനോമിയലിന്റെ കേസിൽ ഒരു പ്രത്യേകത ഉണ്ട്. എപ്പോഴും മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആയിരിക്കും. ഇത് ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മീൻ ഈക്വൽ ടു വേരിയൻസ്, മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ്, മീൻ ലെസ് ദാൻ വേരിയൻസ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മീൻ ഓൾവേസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആയിരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മോഡ് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്നല്ല, ഏതൊരു ഡിസ്ട്രിബ്യൂഷന്റെ ആണെങ്കിലും, ഡിസ്ട്രിബ്യൂഷൻ തന്നെ വേണമെന്നില്ല, ഏതൊരു റാൻഡം വേരിയബിളിന്റെ ആണെങ്കിലും മോഡ് എന്ന് പറയുന്നത് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ വിച്ച് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇസ് ദ മാക്സിമം. അതായത് നമ്മുടെ P of X, ഇപ്പൊ കണ്ടിന്യൂസിലാണെങ്കിൽ F of X, അത് മാക്സിമം ആകുന്ന എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കാം. അത് ഞാനിപ്പോ ഇവിടെ ഓർത്ത് വെക്കാൻ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോമെട്രിക്കിന്റെ മോഡ് ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വൈറ്റ് ബോർഡിൽ നമ്മൾ എഴുതിയിരുന്നല്ലോ. എന്നിട്ട് കുറച്ച് തിയറി പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തിയററ്റിക്കൽ കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പൊ മോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഏതൊരു ഫങ്ഷണൽ ഫോം തന്നിട്ടും, ഐദർ P of X or F of X, ഏതൊരു ഫങ്ഷണൽ ഫോമും തന്നിട്ട് അതിന്റെ മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, the value of the variable in which the mass function attained its maximum value. ആ മാസ് ഫംഗ്ഷൻ അതിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഏത് വേരിയബിൾ വാല്യൂവിലാണോ, ദാറ്റ് ഇസ് ദ മോഡ്. ചിലപ്പോൾ യൂണി മോഡ് ആയിരിക്കും, ചിലപ്പോൾ ബൈ മോഡ് ആയിരിക്കും, വോട്ട് എവർ. അത് ഡിസ്ക്രീറ്റ് കേസിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന് ഓരോ വാല്യൂസ് കൊടുത്ത് നോക്കിയാൽ മതി, ആ റേഞ്ചിലുള്ള വാല്യൂസ് കൊടുത്ത് നോക്കിയാൽ മതി. പക്ഷെ കണ്ടിന്യൂസ് കേസിൽ അങ്ങനെ പറ്റില്ല, ബിക്കോസ് പോയിന്റ് പ്രോബബിലിറ്റീസ് ഇല്ല. അപ്പൊ നമ്മൾ നമ്മുടെ ലോക്കൽ മാക്സിമ അങ്ങനത്തെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിലേക്ക് പോകും. ഇത് കണ്ടിന്യൂസ് വരുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ബൈനോമിയലിന്റെ മോഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, n+1 into p -1 less than or equal to x less than or equal to n+1 into p. ഇവിടെ നമുക്ക് എന്നിനും പിക്കും എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഉണ്ടാവുമല്ലോ. പി എന്ന് പറയുന്ന പ്രോബബിലിറ്റി ആണ്, ദാറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ 0 and 1. ആൻഡ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ഓർ ട്രയൽസ് ഒക്കെ ആയിരിക്കും. അപ്പൊ എന്നിനും 0, 1, 2, 3 എക്സെട്രാ അപ് ടു എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. അതൊക്കെ കൊടുക്കുമ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടും, ഒരു 2 വാല്യൂന്റെ മിഡിലിൽ വരുന്ന ഒരു വാല്യൂ. പിന്നെ നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്രാ അപ് ടു n ആണ്. സോ ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് 2.4 3.1 എന്നൊന്നും പറയുന്ന വാല്യൂ എടുക്കേണ്ടി വരില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് മോഡ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കേസസിൽ ഇപ്പോ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 2 less than or equal to x less than or equal to 3 ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ വരാണെങ്കിൽ എളുപ്പം 1 less than or equal to x less than or equal to 3. അപ്പൊ 1 നും 3 ഇടയ്ക്ക് വരുന്ന ഒരേ ഒരു ഇന്റിജർ വാല്യൂ 2 ആണ്. അപ്പൊ ചില കേസിൽ യൂണി മോഡൽ ആവാം, ചില കേസിൽ ബൈ മോഡൽ ആവാം, ബൈനോമിയൽ ഒക്കെ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടി? അത് അഡിറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം.
എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പാരാമീറ്റേഴ്സ് പറയാം. വൈ ഫോളോസ് ദ സെയിം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പാരാമീറ്റേഴ്സ് പറയാം. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റും കൂടെ ആണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. അതായത് എക്സും വൈയും ബൈനോമിയൽ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും ഫോളോ ചെയ്യുക? അപ്പൊ അഡിറ്റീവ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഫോളോസ് ബൈനോമിയൽ n1p, y follows binomial n2p, then x plus y follows binomial n1 plus n2, p. ഇതാണ് ബൈനോമിയലിന്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ എക്സും ബൈനോമിയൽ ആണ്, വൈയും ബൈനോമിയൽ ആണ്, ഓൺലി ദ ഡിഫറൻസ് ഇൻ ഇറ്റ്സ് പാരാമീറ്റേഴ്സ്. പിന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി പറയണം എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. എക്സ് വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? ബൈനോമിയൽ തന്നെ ആയിരിക്കും. പാരാമീറ്റേഴ്സ് എന്താ? n1 plus n2, p. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ MGF യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ബിക്കോസ് MGFന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, യുണീക്ക്നെസ് പ്രോപ്പർട്ടി. അപ്പൊ അതുകൊണ്ട് MGF വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുക. നോർമലി ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് എക്സാമിന് വേണ്ടിയിട്ട് ഓർത്തിരിക്കാനാണ്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഒന്ന്, എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ NP ആണെങ്കിൽ which implies y equal to n minus x ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ NQ ആയിരിക്കും. ഇതിന്റെ പ്രൂഫ് വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടിൽ വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എക്സ് ബൈനോമിയൽ NP ആണെങ്കിൽ n മൈനസ് എക്സ് ബൈനോമിയൽ NQ ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കാം. ഇനി എക്സ് ബൈനോമിയൽ ആണെങ്കിൽ 2x ബൈനോമിയൽ ആവണം എന്നില്ല, എക്സ് സ്ക്വയറും ബൈനോമിയൽ ആവണം എന്നില്ല. അതും ഓർത്ത് വയ്ക്കാം. എക്സ് ബൈനോമിയൽ NP ആണെങ്കിൽ n മൈനസ് എക്സ് ബൈനോമിയൽ NQ തന്നെയാണ്. പക്ഷെ 2x എക്സ് സ്ക്വയർ ഒന്നും ബൈനോമിയലിലേക്ക് പോണമെന്നില്ല, ബൈനോമിയൽ അല്ല. ഓക്കെ, ഇനി അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ബൈനോമിയലിന് നമുക്ക് 2 പാരാമീറ്റേഴ്സ് ആണല്ലോ ഉള്ളത്, എന്നും പിയും. ഓക്കെ, 2 പാരാമീറ്റേഴ്സ് ആണ് ബൈനോമിയലിനുള്ളത്. അവിടെ പി ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ, പി ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അത് നമ്മുടെ സ്ക്യൂനെസും കർട്ടോസിസും ഒക്കെ പറയാണ്. അതിന്റെ ഒന്നും പ്രൂഫ് അല്ലെങ്കിൽ അങ്ങനെ റീസൺ അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പൊ ബൈനോമിയൽ NP, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഈ പിയുടെ വാല്യൂ 1/2നേക്കാൾ വലുതായാൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. പി ലെസ് ദാൻ 1/2 ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. പി ഈക്വൽ ടു 1/2 ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാ? പി ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ്, ലെസ് ദാൻ 1/2 ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ്, ആൻഡ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ സിമെട്രിക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി എക്സാമുകൾക്കൊക്കെ ഒരു കമ്പൽസറി എസ്എ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അങ്ങനെ ഒരു എസ്എ ക്വസ്റ്റ്യൻ പോലെ വേണ്ട, ജസ്റ്റ് ഓർത്ത് വെക്കുക. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x given x plus y only for the case of binomial distribution follows hypergeometric distribution. Hypergeometric distribution. അതായത് എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വൈയും ബൈനോമിയൽ ആണെങ്കിൽ എക്സ് പ്ലസ് വൈയും ബൈനോമിയൽ ആയിരിക്കും when they were independent.
അവർ രണ്ടും ഇൻഡിപെൻഡന്റ് ആവുന്ന കേസിൽ, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവുന്ന കേസിൽ രണ്ടും ബൈനോമിയൽ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈനോമിയൽ ആയിരിക്കും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് ഹൈപ്പർ ജിയോമെട്രിക് ആയിരിക്കും. ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഡിസ്ക്രീറ്റ് കേസിൽ. ഇതും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ. പിന്നെ കുറച്ചും കൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ബൈനോമിയലിൽ നിന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ കുറച്ച് തിയറട്ടിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈവൻ ബൈഹാർട്ട് ചെയ്യാന്നുള്ളതല്ല, ഒരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം. പോയിന്റ്സ് മാത്രമെങ്കിലും നോട്ട് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ചു മുന്നേ എന്തോ ഒരു വേർഡ് പറഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ അവിടെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? അതുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അത് നമ്മൾ വൈന്ന് വീണ് പോയത് കൊണ്ട്. എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ, എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ എൻ പി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് മൈനസ് എൻ പി ബൈ റൂട്ട് എൻ പി ക്യൂ follows standardized binomial distribution. അതായത് ആ റാൻഡം വേരിയബിളിൽ നിന്ന് നമ്മൾ അതിന്റെ മീൻ മൈനസ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. റൂട്ട് എൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് വേരിയൻസ്, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ മീൻ മൈനസ് ചെയ്തു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിൽ നിന്ന്? നമ്മുടെ ശരിക്കും ഉണ്ടായിരുന്ന ജനറൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന്. അങ്ങനെ കിട്ടുന്ന പുതിയ റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഡിന്റെ മീൻ എന്താണ്? ദാറ്റ് ഇസ് 0. വേരിയൻസ് എന്താണ്? ദാറ്റ് ഇസ് 1. അതായത് ഏതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഡിസ്ട്രിബ്യൂഷന്റെയും മീൻ 0യും വേരിയൻസ് 1 ആയിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്ത് നോക്കാം? എക്സ്പെക്ടേഷൻ ഓഫ് ഇസഡ് കണ്ടുപിടിക്കാം, വേരിയൻസ് ഓഫ് സെഡ് കണ്ടുപിടിക്കാം. ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കിട്ടിയില്ലെങ്കിൽ കമന്റ് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഒരു കോമ്പറ്റേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല, എന്നാലും. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 2 ഇവിടെ നിൽക്കട്ടെ. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. പാർട്ട് 3 നമുക്ക് ബൈനോമിയലിന്റെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും, ASRB നെറ്റിനോ അല്ലെങ്കിൽ UGC നെറ്റിനും പിന്നെ എവറി കോമ്പറ്റേറ്റീവ് PSC എക്സാംസുകൾക്കും നെറ്റ് എക്സാമുകൾക്കും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്ര ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു.